ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഇലക്ട്രോണിക് കോളേജ്. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പവർ ഇലക്ട്രോണിക്സിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആയിരുന്നു അല്ലേ. അപ്പോൾ അതിൽ ഒബ്ജക്റ്റീവ്സിൽ നമ്മളതിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ കണ്ടിന്യൂഷൻ നമ്മൾ ഇവിടെ വരെയാണ് നമ്മൾ എന്ത് ചെയ്തു ഒബ്ജക്റ്റീവ് ചെയ്തെത്തിയത്. അപ്പോൾ ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് നമ്മൾ ഇനി നോക്കുന്നത്, നമ്മൾ പറഞ്ഞു 4 ക്വാഡ്രൻറ്റിലും ഓപ്പറേറ്റ് ചെയ്യുന്ന സാധനത്തിന് ഡ്യുവൽ കൺവേർട്ടർ എന്ന് പറഞ്ഞു, ഓർക്കുന്നില്ലേ? ഡ്യുവൽ കൺവേർട്ടർ അല്ലേ. ഇനി അടുത്തത് അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ തന്നെയാണ്. AC to DC circulating current dual converters are operated with the following relationship between triggering angles. ഓക്കെ, ആ സർക്കുലേറ്റിംഗ് കറണ്ട് ഫ്ലോ ചെയ്യാൻ വേണ്ടി ട്രിഗറിങ് ആംഗിളിൻ്റെ പൊളാരിറ്റി അല്ലെങ്കിൽ ട്രിഗറിങ് ആംഗിൾ എങ്ങനെ ഉണ്ടാവണമെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ 2 കൺവേർട്ടറുകൾ ഉണ്ടല്ലോ, അത് 2 കൺവേർട്ടർ 1ഉം കൺവേർട്ടർ 2 നമ്മളൊന്ന് പറഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ 2 ഫയറിംഗ് ആംഗിൾ ഉണ്ടാവും, അതാണ് ആൽഫ 1ഉം ആൽഫ 2. ഇത് എങ്ങനെയാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ആൽഫ 1 + ആൽഫ 2 = 180 ഡിഗ്രീസ്. ക്ലിയർ? ഈ ആൻസർ നിങ്ങൾ പഠിച്ചു വെച്ചോ. ഓക്കെ, അപ്പോൾ ഇതിൽ എന്താണ് സംഭവിക്കുന്നത് ഞാൻ ചെറുതായിട്ടും ചുരുക്കി പറയാം. നമുക്ക് ഡ്യുവൽ കൺവേർട്ടർ അങ്ങനെ ഡിസ്കസ് ചെയ്യാനില്ല, അതുകൊണ്ട് ചുരുക്കി പറയാം. ഓക്കെ, അപ്പം ഇതിൽ ഈ 2 കൺവേർട്ടറുകൾ ഉണ്ടല്ലോ, നേരത്തെ വരച്ച പോലെ ഇവിടെ ഇതൊരു കൺവേർട്ടർ ബ്ലോക്ക് കൺവേർട്ടർ 1ഉം, അതുപോലെ ഇവിടെ എന്തുണ്ട്, ഒരു കൺവേർട്ടർ 2. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അക്രോസ് വാട്ട് ഹാപ്പൻസ് ഈസ്, നമ്മളൊരു ഫയറിംഗ് ആംഗിൾ കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ ഈ ആൽഫ 1 + ആൽഫ 2 = 180 ആണ് ഇതിൻ്റെ കണ്ടീഷൻ. ഓക്കെ, അപ്പോൾ 2 കൺവേർട്ടേഴ്സ് ഓപ്പറേഷനിലാണ്. അതായത് നിങ്ങളുടെ ആവറേജ് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും. ഓക്കെ, ആവറേജ് ഔട്ട്പുട്ട് വോൾട്ടേജ് ഈക്വൽ ആയിരിക്കും, അതുപോലെ പൊളാരിറ്റിയും അതിൻ്റെ എന്തായിരിക്കും, സെയിം ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതെങ്ങനെ സാധിക്കുന്നത് വെച്ചാൽ, ഒരു കൺവേർട്ടർ വിൽ ഓപ്പറേറ്റ് ആസ് എ റെക്ടിഫയർ വിത്ത് എ ഫയറിംഗ് ആംഗിൾ ആൽഫ 1. അപ്പോൾ ഇത് റെക്ടിഫയർ ആക്ട് ചെയ്യും വിത്ത് എ ഫയറിംഗ് ആംഗിൾ ആൽഫ 1. അതുപോലെ ഇതെന്ത് ചെയ്യുന്നത്, ആക്ട് ചെയ്യും, ഇതൊരു ഇൻവേർട്ടറായിട്ട് ആക്ട് ചെയ്യും വിത്ത് എ ഫയറിംഗ് ആംഗിൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. അതായത് രണ്ടും കൂടി 180 അല്ല. അപ്പോൾ ഇത് ആൽഫ 2 ആണെങ്കിൽ എന്തൊരു 180 - ആൽഫ 1 ശരിയാണല്ലോ, അതാണല്ലോ ആൽഫ 2 അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു ടൈപ്പ് ഓഫ് ഓപ്പറേഷനാണ് വരിക. അപ്പം നമ്മളുടെ എന്താണ് സംഭവിക്കുന്നത്, നിങ്ങളുടെ ആവറേജ് ഔട്ട്പുട്ട് വോൾട്ടേജ് ഒക്കെ ഈക്വൽ ആയിരിക്കും. പക്ഷേ ഒരു പ്രാക്ടിക്കൽ ഡ്യുവൽ കൺവേർട്ടറിലേക്ക് വരുമ്പോൾ ആവറേജ് ഔട്ട്പുട്ട് ഈക്വൽ ആവുന്ന സമയം തന്നെ ഇതിൻ്റെ ഇൻസ്റ്റൻറ്റേനിയസ് വോൾട്ടേജുകൾ, അതായത് ഇൻസ്റ്റൻറ്റേനിയസ് വോൾട്ടേജുകൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് കേട്ടിരുന്നാൽ മതി കേട്ടോ. ഇതൊക്കെ Vout1ഉം Vout 2 2 ഇൻസ്റ്റൻറ്റേനിയസ് വോൾട്ടേജ് ആർ ഔട്ട് ഓഫ് ഫേസ് എന്നാണ് പറയുക. ഓക്കെ, ഇൻസ്റ്റൻറ്റേനിയസ് വോൾട്ടേജ് ഔട്ട്പുട്ട് ഫേസ് ആണ്. അപ്പോൾ ഇങ്ങനെ ഇൻസ്റ്റൻറ്റേനിയസ് വോൾട്ടേജ് ഔട്ട് ഓഫ് ഫേസ് ആകുമ്പോൾ നമ്മൾ 2 കൺവേർട്ടറുകളെ ഇൻ്റർ കണക്ട് ചെയ്യുമ്പോൾ ഇറ്റ് വിൽ കോസ് എ ഡിഫറൻസ് ഇൻ വോൾട്ടേജ്. ഓക്കെ, 2 ഔട്ട് ഓഫ് ഫേസ് ആണെന്ന് പറഞ്ഞു, അതുകൊണ്ട് തന്നെ ഡിഫറൻസ് ഇൻ വോൾട്ടേജ് ഉണ്ടാക്കും. അങ്ങനെ ഡിഫറൻസ് ഇൻ വോൾട്ടേജ് ഉണ്ടാക്കുന്നത് കൊണ്ട് ഇതിൻ്റെ ഒരു കോൺസിക്വൻസ് ആയിട്ട് പറയുന്നത് എ ലാർജ് സർക്കുലേറ്റിംഗ് കറണ്ട് will flow between the 2 converters. ഈ 2 കൺവേർട്ടേഴ്സിൻ്റെ ഇടയിലും ഒരു ലാർജ് സർക്കുലേറ്റിംഗ് കറണ്ട് ഈ ഡിഫറൻസ് ഇൻ വോൾട്ടേജ് കാരണം ഫ്ലോ ചെയ്യും, പക്ഷേ ലോഡിലേ ഫ്ലോ ചെയ്യില്ല. ക്ലിയർ? അപ്പോൾ പറയുന്നത് ഈ ലാർജ് സർക്കുലേറ്റിംഗ് കറണ്ടിനെ ഒരു വാല്യൂയിലേക്ക് ചുരുക്കാൻ വേണ്ടി വി ആർ ഇൻസേർട്ടിങ് റിയാക്ടേഴ്സ്. ഇത് ചോദിക്കാറുണ്ട് കേട്ടോ, റിയാക്ടേഴ്സ് ഇൻ ബിറ്റ്വീൻ ദ 2 കൺവേർട്ടേഴ്സ്. അപ്പോൾ ഈ സർക്കുലേറ്റിംഗ് കറണ്ട് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ എന്ത് കണക്ട് ചെയ്യുന്നത് നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ, യു ഷുഡ് കണക്ട് സം റിയാക്ടേഴ്സ് ഇൻ ബിറ്റ്വീൻ ദീസ് കൺവേർട്ടേഴ്സ്. ഓക്കെ, അതുപോലെ തന്നെ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് 2 മോഡ് ഓഫ് ഓപ്പറേഷൻ നടത്താം. ഒന്ന് നോൺ സർക്കുലേറ്റിംഗ് മോഡും അതുപോലെ അടുത്തത് സർക്കുലേറ്റിംഗ് കറണ്ട് മോഡുമാണ്. ഓക്കെ, ഈ നോൺ സർക്കുലേറ്റിംഗ് കറണ്ട് മോഡിൻ്റെ ഓപ്പറേഷനിലെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഒരു കൺവേർട്ടർ വിൽ ബി ഓപ്പറേഷൻ അറ്റ് എ ടൈം. ഒരു കൺവേർട്ടർ മാത്രമേ ഒരു സമയത്ത് ഓപ്പറേറ്റ് ചെയ്യുള്ളൂ. ഓക്കെ, അത് തന്നെയാണ് എൻ്റയർ ലോഡ് കറണ്ടും എന്ത് ചെയ്യുന്നത്, എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ സമയത്ത് ട്രിഗറിങ്ങിന് വേണ്ടിയുള്ള ആവശ്യമുള്ള ഫയറിംഗ് പൾസസൊക്കെ ഇതാണ് എല്ലാം കൺട്രോൾ ചെയ്യുന്നതും റിസീവ് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ. ഇതെന്തായിരിക്കും, അപ്പോൾ ബ്ലോക്ക്ഡ് ആയിരിക്കും. ഓക്കെ, ഇതെന്തായിരിക്കും, ആ സമയത്ത് ബ്ലോക്ക്ഡ് ആയിരിക്കും. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നോൺ സർക്കുലേറ്റിംഗ് കറണ്ട് എന്ന് പറയുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞ സർക്കുലേറ്റിംഗ് കറണ്ടിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു, സർക്കുലേറ്റിംഗ് മോഡിൻ്റെ. ഇതാണ് നമ്മൾ നോൺ സർക്കുലേറ്റിംഗ് കറണ്ടിൻ്റെ വ്യത്യാസം. ക്ലിയർ? ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു ഈ സർക്കുലേറ്റിംഗ് കറണ്ട് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നതെന്ന് നിങ്ങൾ ഓർക്കുക. ഡ്യൂ ടു ഡിഫറൻസ് ബിറ്റ്വീൻ ദെയർ ഇൻസ്റ്റൻറ്റേനിയസ് വോൾട്ടേജസ്. ക്ലിയർ? ഇൻസ്റ്റൻറ്റേനിയസ് വോൾട്ടേജ് കാരണമുള്ള ഡിഫറൻസ് കൊണ്ടാണ് അത് വരുന്നത്.
ഓക്കെ. അപ്പം ഈ അപ്പം നമ്മൾ ഈ ലോഡ് കറണ്ട് റിവേഴ്സ് ആക്കണമെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഈ 2 കൺവേർട്ടറിൻ്റെ ഈ ലോഡ് കറണ്ടുകൾ ഇപ്പം ഫ്ലോ ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഈ ലോഡ് കറണ്ട് റിവേഴ്സ് ആക്കണം. റിവേഴ്സ് ആക്കണം എന്നുണ്ടെങ്കിൽ നേരത്തെ എന്താണോ ഓപ്പറേറ്റ് ചെയ്തത് അതിന് നേരെ തിരിച്ച് ഓപ്പറേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ കൺവേർട്ടർ 1 നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഇൻവെർട്ടറായിട്ട് ഓപ്പറേറ്റ് ചെയ്യേണ്ടി വരും. കൺവേർട്ടർ 2 എന്ത് ചെയ്തിട്ട് ആക്ട് ചെയ്യേണ്ടി വരും? റെക്ടിഫയർ ആയിട്ട് ആക്ട് ചെയ്യേണ്ടി വരും. ക്ലിയർ? അങ്ങനെ നമുക്ക് ഇതിനെ തിരിച്ചും ചെയ്യാം. ഓക്കെ. അപ്പം അങ്ങനെ തിരിച്ച് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ നോൺ സർക്കുലേറ്റിംഗ് മോഡിൽ ഉണ്ടാവുന്ന കുറച്ച് ഡിലേ ഉണ്ട്. ആ ഡിലേ നമുക്ക് എന്ത് ചെയ്യാം? ഒഴിവാക്കാം. ഓക്കെ. ഇങ്ങനെ ലോഡ് കറണ്ട് റിവേഴ്സലാക്കി കഴിഞ്ഞാൽ ഉള്ള ഗുണമാണ് എന്താണെന്ന് വെച്ചാൽ അവിടെ ഉണ്ടാവുന്ന ആ ഡിലേ നമുക്ക് എന്ത് ചെയ്യാം? ഒഴിവാക്കാം എന്നുള്ള പോയിന്റ്. കുറച്ച് പോയിന്റ്സ് ആയിട്ട് നിങ്ങളിങ്ങനെ പഠിച്ച് വെച്ചാൽ മതി. ഓക്കെ. ഡ്യുവൽ കൺവേർട്ടർ നിങ്ങളുടെ സിലബസിൽ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടില്ല. പക്ഷേ എന്നാലും ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ വന്നപ്പോൾ ഞാൻ അനലൈസ് ചെയ്യുന്നതേ ഉള്ളൂ. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് രൂപത്തിൽ നോക്കാം. ക്വസ്റ്റ്യൻസ് പഠിച്ചാലും മതി. ഇത് ജസ്റ്റ് ഒന്ന് കേട്ട് പോയാൽ മതിയാവും. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ ഇതാ. ഇൻ എ ഡ്യുവൽ കൺവേർട്ടർ ദ സർക്കുലേറ്റിംഗ് കറണ്ട് എന്താണ് അലോ ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ. ഒരു ഡ്യുവൽ കൺവേർട്ടറിൽ സർക്കുലേറ്റിംഗ് കറണ്ട് എന്താണ് അലോ ചെയ്യുന്നത്? ഇറ്റ് അലൗസ് സ്മൂത്ത് റിവേഴ്സ്. അതാണ് ഇപ്പം പറഞ്ഞത്. സ്മൂത്ത് റിവേഴ്സ് ഓഫ് ലോഡ് കറണ്ടിനെ സ്മൂത്ത് റിവേഴ്സിൽ അലോ ചെയ്യും വിത്ത് ഇംപ്രൂവ്ഡ് സ്പീഡ് ഓഫ് റെസ്പോൺസ്. അല്ലേ? സ്പീഡ് ഓഫ് റെസ്പോൺസ് കൂട്ടും. അതുപോലെ സ്മൂത്ത് റിവേഴ്സൽ ഓഫ് ലോഡ് കറണ്ട് നടത്തും. അല്ലേ? അടുത്തത്, ഇൻ ഓർഡർ ടു സിംപ്ലിഫൈ ദ ഡിസൈൻ ഓഫ് എ കൺവേർട്ടർ ട്രാൻസ്ഫോമർ ദ 2 കൺവേർട്ടേഴ്സ് ഇൻ ഡ്യുവൽ കൺവേർട്ടർ ഷുഡ് ബി കണക്റ്റഡ് യൂസിങ്. ഏത് കണക്ഷനാണ് ഇത്? നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അല്ലേ? ഏത് കണക്ഷനാണ്? ഡയറക്റ്റ് ആൻറ്റി പാരലലാണ് കേട്ടോ. ഡയറക്റ്റ് ആൻറ്റി പാരലൽ നമ്മൾ ഇന്നലെ പഠിച്ചില്ല. ഇങ്ങനത്തെയൊക്കെ ചിലപ്പോൾ ചോദിക്കുള്ളൂ. കാരണം നമ്മൾക്ക് ബേസിക്കായിട്ട് അറിഞ്ഞിരുന്നാൽ മതിയാവും. ഡയറക്റ്റ് ആൻറ്റി പാരലൽ. ഓക്കെ. അടുത്തത്, ദ സർക്കുലേറ്റിംഗ് കറണ്ട് ഇൻഡക്ടർ ഈസ് റിക്വയർഡ് ഇൻ എ ഡ്യുവൽ കൺവേർട്ടർ. എന്തിനാണ് ഇൻഡക്ടർ വെക്കുന്നത്? എന്ത് കുറയ്ക്കാനാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ടു ലിമിറ്റ് ദ സർക്കുലേറ്റിംഗ് കറണ്ട്. ഓക്കെ. സർക്കുലേറ്റിംഗ് കറണ്ട് ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ഒരു ഡ്യുവൽ കൺവേർട്ടറിൻ്റെ ഇടയിൽ ഒരു ഇൻഡക്ടർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി റിയാക്ടേഴ്സ്. ഓക്കെ. ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ ഉണ്ടാവുക. റിയാക്ടേഴ്സിനെ നമ്മൾ കണക്ട് ചെയ്താൽ മതി. ക്ലിയർ? അപ്പോൾ ഡ്യുവൽ കൺവേർട്ടറിലുള്ള ഏകദേശം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അടുത്ത ടോപ്പിക്ക്, ദ ഫുള്ളി കൺട്രോൾഡ് തൈറിസ്റ്റർ കൺവേർട്ടർ ഈസ് ഫെഡ് ഫ്രം എ സിംഗിൾ ഫേസ് സോഴ്സ്. ഓക്കെ. ഫെഡ് ഫ്രം എ സിംഗിൾ ഫേസ് സോഴ്സ്. ഒരു ഫുൾ കൺവേർട്ടറാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അപ്പോൾ നമുക്കിത് നോക്കാം. ഫുൾ കൺവേർട്ടർ എന്ന് പറയുമ്പോൾ 4 എണ്ണം വരും കേട്ടോ. ഓക്കെ. നിങ്ങൾക്ക് കൺവേർട്ടേഴ്സ് അധികം ഇല്ല. ഞാൻ പിന്നെ എങ്ങാനും ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അതിനെ ബേസ് ചെയ്തിട്ട് ഇങ്ങനെ പറഞ്ഞിരുന്നതാണ് കേട്ടോ. അപ്പോൾ ഫുൾ കൺവേർട്ടർ എന്ന് പറഞ്ഞാൽ 4 എങ്ങനെയാണ് വരിക എന്നുള്ളത് മാത്രം ഓർത്താൽ മതി. കൺവേർട്ടർ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഡീറ്റെയിലിംഗ് ഒന്നും പറഞ്ഞിട്ടില്ല. മറ്റുള്ള ഡിവൈസുകളെ കുറിച്ചാണ് കൂടുതൽ സ്റ്റഡി നടത്താൻ പറഞ്ഞിരിക്കുന്നത്. മറ്റുള്ള ഡിവൈസിൻ്റെ ക്വസ്റ്റ്യൻസ് എന്തായാലും ഞാൻ കൊണ്ടുവരും. എന്തായാലും സൈക്ലോ കൺവേർട്ടർ, ഇൻവേർട്ടറും കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യണ്ട. അപ്പോൾ അതിലെല്ലാ ക്വസ്റ്റ്യൻസും വരും. അപ്പോൾ അത് പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ മോസ്ഫെറ്റ്, JFETൻ്റെ ക്വസ്റ്റ്യൻസും വരുന്നുണ്ട്. ഓക്കെ. അപ്പോൾ അത് എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് നമുക്ക് പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം കേട്ടോ. പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഫുള്ളി കൺട്രോൾഡ് തൈറിസ്റ്റർ ഫെഡ് ഫ്രം ഫയറിംഗ് ആംഗിൾ 0 ഡിഗ്രി ആണെങ്കിൽ DC ഔട്ട്പുട്ട് വോൾട്ടേജ് 300 വോൾട്ട് ആണ്. വാട്ട് വിൽ ബി ദ ഔട്ട്പുട്ട് വോൾട്ടേജ് ഓഫ് ഫയറിംഗ് ആംഗിൾ അറ്റ് 60 ഡിഗ്രി. 60 ഡിഗ്രിയിലുള്ള ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഒരു ഫുള്ളി കൺട്രോൾഡ് തൈറിസ്റ്ററിൻ്റെ ഫോർമുല നമുക്ക് അറിയണം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. എന്താണ്? 2Vm/π × cos α. ശരിയല്ലേ? അപ്പോൾ ആദ്യം പറഞ്ഞിട്ടുണ്ട് ഫയറിംഗ് ആംഗിൾ 0 ആവുന്ന കണ്ടീഷനിൽ DC ഔട്ട്പുട്ട് വോൾട്ടേജ് എത്രയാണ്? 300 വോൾട്ടാണ് അല്ലേ? അപ്പോൾ ഇവിടെ ഫയറിംഗ് ആംഗിൾ ഔട്ട്പുട്ട് വോൾട്ടേജ് DC എത്ര നമുക്ക് കിട്ടി? 300 = 2Vm/π × cos 0. cos 0 എന്ന് പറഞ്ഞാൽ 1 ആണെന്ന് അറിയാം. അപ്പോൾ 2Vm/π = 300. അപ്പോൾ ഇതിൻ്റെ അകത്ത് VM കണ്ടുപിടിക്കുക. VM എന്ന് പറയുന്നത് 300 × 2π / 2 അല്ലേ? 150 കട്ടായി. 150 × 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 300. അപ്പോൾ 300 ആണ് വരിക അല്ലേ? 300π എന്നാണ് വരിക. ക്ലിയർ? അപ്പം നമ്മൾക്ക് ഒന്നെങ്കിൽ നമുക്ക് VM ഇങ്ങനെ കണ്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം. ഓക്കെ. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ ക്വസ്റ്റ്യനിൽ വേറൊരു രസം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ റിലേഷനാണ് ആക്ച്വലി ചോദിക്കുന്നത്. ഇതിന് പ്രസക്തി ഇല്ല ശരിക്കും. നമ്മൾ VM കാണണമെന്നില്ല. കാരണം രണ്ടിൻ്റെയും ഈ VM തന്നെയാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. ശരിയല്ലേ? അപ്പോൾ ഇവിടെ ഫയറിംഗ് ആംഗിൾ 60 ആകുമ്പോൾ ഉള്ളത് നിങ്ങൾ നോക്കൂ. ഇവിടെയും 2Vm/π ആണ്. ഇതിന് മാറ്റം വരുന്നില്ലല്ലോ. അപ്പോൾ ഇവിടെ ശരിക്കും റിലേഷൻ പോലെയാണ് ചോദിച്ചത്. എന്താ റിലേഷൻ? നിങ്ങളുടെ V out പ്രപ്പോർഷണൽ ടു cos α.
ക്ലിയർ. അപ്പം വി ഔട്ട് പ്രൊപ്പോർഷണൽ ടു കോസ് ആൽഫ. അപ്പോൾ കോസ് 60 ആകുമ്പോഴുള്ള വി ഔട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം വി ഔട്ട് അറ്റ് 60 ഡിവൈഡഡ് ബൈ വി ഔട്ട് അറ്റ് 0 ഈക്വൽ ടു കോസ് 60 ഡിവൈഡഡ് ബൈ കോസ് 0. അപ്പോൾ എന്ത് വരും? വി ഔട്ട് അറ്റ് 60 ആണ് കാണേണ്ടത്. അപ്പോൾ വി ഔട്ട് അറ്റ് 60 ഡിവൈഡഡ് ബൈ വി ഔട്ട് അറ്റ് 0 എന്ന് പറഞ്ഞാൽ 300 ഈക്വൽ ടു കോസ് 60 എന്ന് പറഞ്ഞാൽ 1/2 കോസ് 0 എന്ന് വെച്ചാൽ 1 അല്ലേ. അപ്പം വി ഔട്ട് അറ്റ് 60 ഈക്വൽ ടു 300 ഇൻറ്റു 1/2. യുവർ ആൻസർ ഈസ് 150. ക്ലിയർ. അപ്പോൾ നിങ്ങൾ ഓപ്ഷൻ ഞാൻ എഴുതിയിട്ടില്ല. ആൻസർ എത്രയാണ്? 150 വോൾട്ടാണ് കേട്ടോ. ആൻസർ 150 വോൾട്ടാണ്. അപ്പോൾ നമുക്ക് കാണുമ്പോൾ ഡൗട്ട്ഫുൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അനലൈസ് ചെയ്യാം. അവർ ചോദിച്ചിരിക്കുന്നത് ഫയറിംഗ് ആംഗിൾ 60 ഔട്ട്പുട്ട് വോൾട്ടേജ് എത്രയാണെന്നാണ്. ഫയറിംഗ് ആംഗിൾ 0 ആകുമ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജ് തന്നിട്ടുണ്ട്, 60 ആകുമ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ് കാണേണ്ടത്. ഓക്കെ, ഞാനും ആദ്യം കൺഫ്യൂസ്ഡ് ആയിപ്പോയി, കാരണം 2Vm/π എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബട്ട് സ്റ്റിൽ അവർ ലാസ്റ്റ് അൾട്ടിമേറ്റ്ലി ഉദ്ദേശിച്ചിരിക്കുന്നത് 60 ആകുമ്പോഴുള്ള കാര്യം എന്താണ്. അപ്പോൾ സിമ്പിളായിട്ട് വേണം. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്മൾ കാണുമ്പോൾ ഉള്ള ഒരു ഇത് അനാലിസിസിൻ്റെ പ്രശ്നം വരുന്നില്ല. ക്വസ്റ്റ്യൻ ക്ലിയർ ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതൊന്ന് നിങ്ങൾ നോട്ട് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ, എ 3 ഫേസ് ഫുൾ കൺവേർട്ടർ. സിംഗിൾ ഫേസും അല്ല, ഞാൻ 3 ഫേസിൻ്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, 3 ഫേസ് ഫുൾ കൺവേർട്ടർ. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് ഫോർമുല പരിചയപ്പെടുത്താൻ വേണ്ടി വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾ 3 ഫേസിൻ്റെ അടുത്ത് പഠിക്കണമെന്നില്ല. സിലബസ് ഞാൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ടില്ല. ഓക്കെ, അതുകൊണ്ട് അത് പ്രശ്നമാക്കണ്ട. അപ്പോൾ 3 ഫേസ് ഫുൾ കൺവേർട്ടർ പ്യുവർ റെസിസ്റ്റീവ് ലോഡാണ്, R ലോഡാണ്. ഫയറിംഗ് ആംഗിൾ 0, ഔട്ട്പുട്ട് ഫോർ 90 ഡിഗ്രി ഫയറിംഗ് ആണ്. ഇതും പ്രൊപ്പോർഷണാലിറ്റി സംഭവം തന്നെ അല്ലേ. അപ്പോൾ ആദ്യം ഫുൾ കൺവേർട്ടറിൻ്റെ ഫോർമുല നമുക്ക് നോക്കാം. എന്താണ് വി ഔട്ട് എന്ന് പറഞ്ഞാൽ? എന്താ? ഇറ്റ് വിൽ ബി 3VmL/π ഇൻറ്റു കോസ് ആൽഫ. ഇതാണ് ഇക്വേഷൻ കേട്ടോ. VmL എന്ന് ഉദ്ദേശിക്കുന്നത് മാക്സിമം ലൈൻ. ക്ലിയർ, ഇത് ഓർത്താൽ മതി. വി ഔട്ട് ഈക്വൽ ടു 3VmL/π ഇൻറ്റു കോസ് ആൽഫ. ഇതും സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. 90 ഡിഗ്രിയിലെ ഫയറിംഗ് ആംഗിളാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് വി ഔട്ട് അറ്റ് 90 ഡിവൈഡഡ് ബൈ വി ഔട്ട് അറ്റ് 0 ഈക്വൽ ടു ഇതും VmL/π ഒന്നും മാറുന്നില്ല, ഒന്നും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, കോസുകൾ മാത്രമേ മാറുന്നുള്ളൂ. അപ്പോൾ കോസ് 90 ഡിവൈഡഡ് ബൈ കോസ് 0. അപ്പം വി ഔട്ട് ബൈ 90 എത്രയാണ്? അതാണ് കാണേണ്ടത്. 90 ഡിവൈഡഡ് ബൈ വി ഔട്ട് അറ്റ് 0 300 തന്നിട്ടുണ്ട്. കോസ് 90 കോസ് 0 എന്ന് പറഞ്ഞാൽ 1, കോസ് 90 0 അല്ലേ. അപ്പോൾ ഇവിടെ ആൻസർ എത്ര ആയിരിക്കും? ഇവിടെ 300 ഇങ്ങോട്ട് എടുത്താൽ എല്ലാം 0 ആയില്ല, ആൻസർ 0 ശരിയല്ലേ. അപ്പോൾ 90ലെ ആൻസർ എത്രയാണ്? 0. ക്ലിയർ, കിട്ടി. ക്ലിയർ. നമുക്ക് ഈ പ്രൊപ്പോർഷണാലിറ്റി മാത്രം അറിഞ്ഞിരുന്നാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. ക്ലിയർ. അപ്പോൾ അതാണ് നമ്മുടെ പ്രോബ്ലംസ്. എളുപ്പമായിരിക്കും, നമുക്ക് എളുപ്പമുള്ളതേ ചോദിക്കുകയുള്ളൂ. എളുപ്പമുള്ളത് ചോദിച്ചിട്ട് ചെയ്താൽ മതി. നമ്മൾ ടഫിലേക്ക് പോയി സമയം കളയേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ എളുപ്പമുള്ളത് ചോദിച്ചിട്ട് കിട്ടുക എന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കിയാൽ മതി, അല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം ടഫ് പ്രോബ്ലം വെച്ച് നമുക്ക് ആകെയുള്ള സമയം നിങ്ങൾക്കറിയാമല്ലോ, വെറും 100 മാർക്കും 75 മിനിറ്റുമാണ്. ഇതിൻ്റെ ഇടയിൽ എന്തൊക്കെ പരിപാടികൾ ചെയ്യണം. മിനിമം ശരാശരി നമുക്കൊരു PSC പരീക്ഷ എഴുതി തീർക്കാൻ വേണ്ട സമയം 60 മിനിറ്റ് കൊണ്ട് എഴുതി തീർക്കാൻ പറ്റുന്ന പേപ്പറാണ് വരേണ്ടത്. കാരണം 60 മിനിറ്റിൽ നമ്മൾ എന്ത് ചെയ്യണം? പരീക്ഷകൾ എഴുതി ക്വസ്റ്റ്യൻ വായിച്ച് അനലൈസ് ചെയ്ത് ആൻസർ കിട്ടി നമ്മൾ മാർക്ക് ചെയ്ത് കഴിയണം. ബാക്കിയുള്ള 15 മിനിറ്റ്സ്, അതായത് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ലാസ്റ്റ് 15 മിനിറ്റ് നമുക്ക് ഡൗട്ട്ഫുള്ളായ ക്വസ്റ്റ്യൻസ് മാർക്ക് ചെയ്ത് വെക്കില്ലേ, അത് ചെയ്യാൻ വേണ്ടി ഉപകരിക്കുമെന്നാണ് പറയേണ്ടത്. ക്ലിയർ. അപ്പം ആ ഒരു ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻ ലെവൽസ് വന്നാൽ നല്ലത്. ഓക്കെ, ഇനി അതല്ലെങ്കിൽ ആരും ചെയ്യുമെന്നില്ല, നിങ്ങൾ പേടിക്കേണ്ട. ഓക്കെ, നല്ല കട്ട് ഓഫും കുറയും. അപ്പോൾ അറിയാവുന്നത് മാത്രം എഴുതി വരിക. ഇനി അതല്ല ഈസി പേപ്പർ ആണെങ്കിൽ ഈ ഒരു സ്ട്രാറ്റജി ഉപയോഗിക്കുക. 60 മിനിറ്റ് കൊണ്ട് എല്ലാ ക്വസ്റ്റ്യനുകളും അനലൈസ് ചെയ്യുക. ഒരു ക്വസ്റ്റ്യൻ പോലും മിസ്സാക്കരുത്. എല്ലാ ക്വസ്റ്റ്യനും അനലൈസ് ചെയ്ത് പറ്റാവുന്ന മാർക്ക് ചെയ്ത് പോവുക. ലാസ്റ്റ് 15 മിനിറ്റ് റൗണ്ട് ഓഫ് ചെയ്ത സാധനങ്ങൾ എടുത്തിട്ട് എന്ത് ചെയ്യുക, ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ ആകുമ്പോൾ ആ ഒരു സ്ട്രാറ്റജി വെച്ച് നീങ്ങിയാലെല്ലാം സെറ്റാവും. ഓക്കെ, അടുത്തത് എ കൺവേർട്ടർ വിച്ച് ക്യാൻ ഓപ്പറേറ്റ് ബോത്ത് ഇൻ 3 pulse ആൻഡ് 6 pulse മോഡ്സ് ഈസ് എ ഡാഷ് കൺവേർട്ടർ. 3 pulseലും 6 pulseലും ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റിയ കൺവേർട്ടർ ഏതാണെന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അത് ഒരു കൺവേർട്ടർ അല്ലെങ്കിൽ ആൻസർ പഠിച്ചാൽ മതി. 3 phase സെമി കൺവേർട്ടറാണ് അതിൻ്റെ ആൻസർ കേട്ടോ. 3 phase സെമി കൺവേർട്ടറാണ് 3 pulseലും 6 pulseലും ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതിൽ 3 pulseൽ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഫയറിംഗ് ആംഗിൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 60യും 6 pulseൽ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഫയറിംഗ് ആംഗിൾ ആൽഫ ലെസ് ദാൻ 60 ആണെന്ന് ഓർത്താൽ മതി. ഓക്കെ, അപ്പോൾ 6 pulse ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഫയറിംഗ് ആംഗിൾ ആൽഫ ലെസ് ദാൻ 60, 3 pulse ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഫയറിംഗ് ആംഗിൾ ആൽഫ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 60.
ഓക്കെ, ആ ഒരു പോയിൻ്റ് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ക്ലിയർ? ഓക്കെ, ദെൻ നെക്സ്റ്റ് ബക്ക് ബൂസ്റ്റ്. നമുക്ക് കുറച്ച് എന്ത് ചെയ്യാം, ചോപ്പറുകളെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ബക്ക് ബൂസ്റ്റ് കൺവേർട്ടറിൽ മാക്സിമം വാല്യൂ ആണ് ചോദ്യം. ഓക്കെ, ബക്ക് ബൂസ്റ്റ് കൺവേർട്ടറിലെ സ്വിച്ച് യൂട്ടിലൈസേഷൻ ഫാക്ടർ, മാക്സിമം വാല്യൂ അല്ല, സ്വിച്ച് യൂട്ടിലൈസേഷൻ ഫാക്ടറാണ്. ഓക്കെ, ഇതൊരു പുതിയ ടേമാണ്, നിങ്ങൾ ജസ്റ്റ് ഒന്നും കൂടി നോട്ട് ചെയ്ത് വെച്ചേക്കുക. എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഇത് കുറച്ച് ടഫാണ്, പക്ഷേ ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, സ്വിച്ച് യൂട്ടിലൈസേഷൻ എളുപ്പമാണ്, ഐ മീൻ ക്വസ്റ്റ്യൻ ടഫാണെന്നേ ഉള്ളൂ, നമ്മൾ പഠിക്കാത്ത പ്രശ്നമേ ഉള്ളൂ. നമ്മൾ ക്വസ്റ്റ്യൻ എഴുതി വെച്ചോ കേട്ടോ. അപ്പോൾ സ്വിച്ച് യൂട്ടിലൈസേഷൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി റേഷ്യോ ഓഫ് ദ ഔട്ട്പുട്ട് പവർ ടു സ്വിച്ച് പവർ. ഇതാണ് സ്വിച്ച് യൂട്ടിലൈസേഷൻ ഫാക്ടർ. ഓക്കെ, ഔട്ട്പുട്ട് പവർ ടു സ്വിച്ച് പവറാണ് സ്വിച്ച് യൂട്ടിലൈസേഷൻ ഫാക്ടർ. ഇതിൻ്റെ ഇക്വേഷനാണ് എഴുതി വെച്ചിരിക്കുന്നത്. പി ഔട്ട് ബൈ പി എസ് ഡബ്ല്യു ഈസ് ഈക്വൽ ടു, പി എന്ന് പറഞ്ഞാൽ വി ഐ. ഓക്കെ, അപ്പോൾ വി ഔട്ട് ഐ ഔട്ട് ഡിവൈഡഡ് ബൈ വി സ്വിച്ച് ഐ സ്വിച്ച്. ക്ലിയർ? ഇത് ഓർത്ത് വയ്ക്കുക. പിന്നെ ഇതിൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്, അതിൻ്റെ ആൻസർ പഠിച്ച് വയ്ക്കുക. വേറെ ഡെറിവേഷനും കാര്യങ്ങളിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു സ്വിച്ച് യൂട്ടിലൈസേഷൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ 0.25 ആണ് കേട്ടോ. 0.25. ക്ലിയർ? ഇനി ഇത് ഏത് ഡ്യൂട്ടി റേഷ്യോയിലാണ് ഒക്കർ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 0.5 കേട്ടോ. 0.5 സ്വിച്ച് യൂട്ടിലൈസേഷൻ ഫാക്ടർ എന്ന ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഇതുവരെ കണ്ടിട്ടുള്ളൂ. ഇതും റെയർ ക്വസ്റ്റ്യനാണ്. ഇതങ്ങനെ ചോദിക്കാറൊന്നുമില്ല, റെയറായിട്ട് ചോദിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അതുകൊണ്ട് ആ രീതിയിൽ തന്നെ എടുത്ത് വെച്ചാൽ മതി. ഇത് ഓർത്ത് വെച്ചോ, പുതിയൊരു ടേമായിട്ടൊന്ന് എഴുതി വെച്ചേക്ക് നോട്ടിൽ. ഓക്കെ, നെക്സ്റ്റ് ദ ഫിഗർ വിൽ വർക്ക് ആസ് എ ഡാഷ് കൺവേർട്ടർ. ഓക്കെ, അപ്പോൾ ഫിഗർ വിൽ വർക്ക് ആസ് എ ഡാഷ് കൺവേർട്ടർ. ഫിഗർ ഞാൻ വരച്ചുതരാം. ഓക്കെ, ഇതെന്ത് സാധനം? ഇതെന്താണ് സാധനം? ഇത് ഏത് കൺവേർട്ടറാണെന്നുള്ള ഐഡിയ ആണ് നമുക്ക് ആദ്യം വേണ്ടത്. ഇത് നിങ്ങൾ കൺവേർട്ടറുകൾ, നമ്മൾ 3 കൺവേർട്ടറുകൾ പഠിച്ചിട്ടില്ലേ? അതിലിത് പഠിച്ചിട്ടില്ലേ? CUR ഇങ്ങനെ പാരലൽ വന്ന് ഡയോഡ് കൂടെ വരുന്ന സാധനം എന്ന് പഠിച്ചിട്ടില്ലേ? ഇതാണ് ഒരു ബക്ക് ബൂസ്റ്റ്. ഓക്കെ, ഇതൊരു ബക്ക് ബൂസ്റ്റ് കൺവേർട്ടറാണ്. ഓക്കെ, പിന്നെയുള്ള ചോദ്യം എന്ന് വെച്ചാൽ 2 ചോദ്യമാണ് ഇത് ആക്ച്വലി. ഇതൊരു ഏത് ഫിഗറാണെന്നുള്ള ചോദ്യം, രണ്ടാമത്തെ ചോദ്യം. അപ്പോൾ രണ്ടും കൂടി മിക്സ് ചെയ്തതാണ് അല്ലേ. പിന്നെ ഇതിൻ്റെ വേവ് ഫോം, കറണ്ടിൻ്റെ വേവ് ഫോമിനെ കുറിച്ചൊന്നും നമ്മൾ പറഞ്ഞിരുന്നില്ല, പക്ഷേ നമ്മളിവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് പറയുകയാണ്. ഇതിൻ്റെ കറണ്ട് വേവ് ഫോം എങ്ങനെ ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് 2 വാല്യൂകൾ വരും, I1 എന്നും I2 എന്നും. ഡയോഡിൻ്റെ അക്രോസിലുള്ള പോലെ. അപ്പോൾ ഇത് ഏത് ടൈപ്പ് വേവ് ഫോം ഓഫ് കറണ്ട് എന്ന് വെച്ചാൽ ട്രപ്പീസോയിഡലാണ് കേട്ടോ. ട്രപ്പീസോയിഡൽ വേവ് ഫോം അങ്ങനെ തന്നെ പഠിച്ചു വെച്ചാൽ മതി. എന്ത് ടൈപ്പ് വേവ് ഫോമാണ്? ട്രപ്പീസോയിഡൽ വേവ് ഫോമാണ്. ഓക്കെ, അടുത്തത് എ ബക്ക് റെഗുലേറ്റർ ഹാസ് എൻ ഇൻപുട്ട് വോൾട്ടേജ് ഓഫ് 12 ആൻഡ് ദ റിക്വയർഡ് ഔട്ട്പുട്ട് വോൾട്ടേജ് 5. അപ്പോൾ ബക്ക് എന്ന് പറഞ്ഞാൽ എന്ത് സാധനം? സ്റ്റെപ്പ് ഡൗൺ അല്ലേ ബക്ക്? സ്റ്റെപ്പ് അപ്പ് എന്താണ്? ബൂസ്റ്റ് അല്ലേ? ബൂസ്റ്റാണ് സ്റ്റെപ്പ് അപ്പ്, അത് ഓർത്ത് വയ്ക്കുക. പിന്നെ ഇവിടുത്തെ ഇക്വേഷനുകൾ ഓർമ്മയില്ലേ? ബക്ക് അല്ലെങ്കിൽ സ്റ്റെപ്പ് ഡൗൺ എന്ന് പറഞ്ഞാൽ എന്താണ്? വി ഔട്ട് ഈസ് ഈക്വൽ ടു ആൽഫ വി എസ് എന്ന് എഴുതി ഓർമ്മയില്ലേ? വി ഔട്ട് ബൈ വി എസ് ഈക്വൽ ടു ആൽഫ അല്ലെങ്കിൽ ഡി, ചില സ്ഥലത്ത് ഡ്യൂട്ടി സൈക്കിൾ. അപ്പോൾ ഡ്യൂട്ടി സൈക്കിളാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജ് 5/12. ഇതാണ് ചോദ്യം, വേറെ ഒന്നുമില്ല. 5/12 എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, 5/12 എത്രയാണെന്ന് നിങ്ങൾ കണ്ടുപിടിച്ചോ, പക്ഷേ ഇതാണ് ചോദ്യം കേട്ടോ. ഡ്യൂട്ടി സൈക്കിൾ ഫോർമുല പ്രാക്ടീസ് ചെയ്യുക, അത്രേ ഉള്ളൂ. അടുത്തത് ദ ഇൻപുട്ട് വോൾട്ടേജ് VDC ഓഫ് ദ ബക്ക് ബൂസ്റ്റ് കൺവേർട്ടർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇറ്റ് വേരീസ് ഫ്രം, ബക്ക് ബൂസ്റ്റ് കൺവേർട്ടർ നേരത്തെ വരച്ചിട്ടില്ല, സെയിം ഫിഗർ തന്നെയാണ്, വേറെ എക്സ്ട്രാ ഫിഗർ ഒന്നുമില്ല കേട്ടോ. ഇറ്റ് വേരീസ് ഫ്രം 32 വോൾട്ട് ടു 72 വോൾട്ട്. അസ്യൂമിങ് ഓൾ കമ്പോണൻസ് ആർ ഐഡിയൽ, the inductor current is continuous and output voltage is ripple free. The range of duty cycle of the converter of is the magnitude of steady state output voltage remains constant at 48 വോൾട്ടിൽ സ്റ്റഡി സ്റ്റേറ്റ് കിട്ടാനുള്ള
സമയത്തുള്ള ഡ്യൂട്ടി റേഷ്യോൻ്റെ റേഞ്ചാണ് ചോദിക്കുന്നത്. ഇതിൻ്റെ ഓപ്ഷനുകൾ വെറുതെ ഞാൻ ഇവിടെ എഴുതി വയ്ക്കാം. അപ്പോൾ ചെയ്ത് കഴിയുമ്പോൾ ഇതൊരു ചെറിയൊരു ലെങ്തി പ്രോബ്ലമാണ്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4. ഓക്കെ, അപ്പോൾ ബക്ക് ബൂസ്റ്റ് കൺവേർട്ടറിൻ്റെ ഇക്വേഷൻ പറഞ്ഞാൽ ഇക്വേഷൻ വെച്ചിട്ടാണ് എല്ലാം ചെയ്യേണ്ടത്. ബക്ക് ബൂസ്റ്റ് കൺവേർട്ടറിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? വി ഔട്ട് ബൈ വി എന്നോ വി എസ് എന്നോ, അതായത് വി എസ് അല്ലേ, ആൽഫ ബൈ 1 മൈനസ് ആൽഫ, ഇതിലല്ലേ ആൽഫ ബൈ 1 മൈനസ് ആൽഫ. അപ്പം ഇതിൽ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് പ്രോബ്ലം. അപ്പോൾ ആൽഫ ബൈ 1 മൈനസ് ആൽഫ നമ്മൾ ആദ്യം തന്നിട്ടുണ്ട്. വി ഔട്ട് എത്രയാണ്? എല്ലാത്തിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് കോൺസ്റ്റൻ്റ് ആണ്. എത്ര? 48 വോൾട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇൻപുട്ട് വോൾട്ടേജ് ഓരോ ഇൻസ്റ്റൻറ്റിലാണ്. ആദ്യം 32 കണ്ടുപിടിക്കുക, പിന്നെ 72. അത്രയാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ആൽഫ വരുന്നുണ്ട് എന്നുള്ള ക്വസ്റ്റ്യൻ. അപ്പോൾ ആദ്യത്തെ ഇൻസ്റ്റൻറ്റ് കണ്ടുപിടിക്കാൻ നമുക്ക് വി ഔട്ട് 48ഉം വി ഇന്ന് 32 ഉള്ള സമയത്ത്, അല്ലെങ്കിൽ വി എസ് 32 ഉള്ള സമയത്ത് ഉള്ള ആൽഫ എത്രയാണ്? അവിടുത്തെ ആൽഫ എന്ത് കിട്ടും? 48 ഈക്വൽ ടു, അല്ലെങ്കിൽ 48 ഡിവൈഡഡ് ബൈ 32 ഈക്വൽ ടു ആൽഫ ബൈ 1 മൈനസ് ആൽഫ അല്ലേ? അപ്പോൾ 48 ഇൻറ്റു 1 മൈനസ് ആൽഫ ഈക്വൽ ടു 32 ആൽഫ. 48 ബൈ 32 മിനിമൈസ് ചെയ്യാൻ പറ്റും നോക്കാം അല്ലേ? മിനിമൈസ് ചെയ്യുമ്പോൾ 2 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ 16, 24 ശരിയല്ലേ? 4 കൊണ്ട് കട്ടാവുമല്ലോ ഡയറക്റ്റ് അല്ലേ? 4, 8, 12, അപ്പോൾ 2, 3 ശരിയല്ലേ? അപ്പോൾ ആൽഫ ബൈ 1 മൈനസ് ആൽഫ ഈക്വൽ ടു 3/2. അപ്പോൾ 2 ആൽഫ ഈക്വൽ ടു 3 മൈനസ് 3 ആൽഫ. അപ്പോൾ എന്ത് കിട്ടും? 5 ആൽഫ ഈക്വൽ ടു 3. അപ്പോൾ ആൽഫ ഈക്വൽ ടു 3/5. ഓക്കെ, അപ്പോൾ 3/5 കിട്ടുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഉറപ്പിക്കാം. ഇവിടെ ആകെ ഒറ്റ 3/5ൻ്റെ ഓപ്ഷനേ ഉള്ളൂ, ഇതാണ്. ഓക്കെ, ഇതും കറക്റ്റ് ചെയ്ത് നമുക്ക് പോവാം. പക്ഷേ ഒന്നും കൂടി നമ്മളൊന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടി 72 കൂടി ചെയ്ത് നോക്കാം അല്ലേ? അപ്പോൾ 72 ബൈ 32 ഇത് എത്രയാണെന്ന് നോക്കിയാൽ മതി. ഈക്വൽ ടു ആൽഫ ബൈ 1 മൈനസ് ആൽഫ. അപ്പോൾ 72 ബൈ 32 ഇതും 2 മറ്റേ ഇതിൽ പോവില്ലേ? 8 പോവില്ലേ? 8 പോവും. ഇത് 8, 8 9s are 72 കറക്റ്റ് അല്ലേ? അപ്പോൾ ഇത് 4, 9 അല്ലേ? അപ്പോൾ 9 മൈനസ് 9 ആൽഫ ഈക്വൽ ടു 4 ആൽഫ. അപ്പോൾ 9 ഈസ് ഈക്വൽ ടു, ഇല്ല 9 പോവില്ല അല്ലേ? അത് 72 ബൈ, ഓക്കെ അല്ലേ? എഴുതിയ മാറിപ്പോയല്ലോ. വി ഔട്ട് ഇത് തെറ്റല്ലേ? വി ഔട്ട് അല്ലേ 48? അപ്പോൾ 48 ബൈ 72 അല്ലേ? അപ്പോൾ 48 ബൈ 72 എന്ന് നേരെ തിരിയും അല്ലേ? 48 എന്ന് പറയുമ്പോൾ 6 അല്ലേ? 8, 6, 8, 9. അപ്പോൾ 6/9 അല്ലെങ്കിൽ 2/3. 2/3 ഈക്വൽ ടു ആൽഫ ബൈ 1 മൈനസ് ആൽഫ. അപ്പോൾ അത്ര കിട്ടും 2 മൈനസ് 2 ആൽഫ ഈക്വൽ ടു 3 ആൽഫ. അപ്പോൾ 2 ഈക്വൽ ടു 5 ആൽഫ. അപ്പോൾ ആൽഫ ഈക്വൽ ടു 2/5. ഇതാ കിട്ടി ഗൈസ്, കിട്ടി. ഇതാണ് അതിൻ്റെ ആൻസർ. അപ്പോൾ ഏത് റേഞ്ചിലാണ് നടത്തുന്നത് ചോദിച്ചാൽ അപ്പോൾ 2/5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3/5 ആണ് എൻ്റെ ആൻസർ. ക്ലിയർ അല്ലേ? നല്ല ക്വസ്റ്റൻ അല്ലേ? അപ്പോൾ സംഭവം കാണുമ്പോൾ വലിയ സംഭവം തോന്നും, പക്ഷേ അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ വളരെ എളുപ്പത്തിൽ മാത്സ് അറിയുകയാണെങ്കിൽ ചെയ്യാം. അടുത്തത് ഇൻ DC ചോപ്പറുകളിൽ ദ വേവ് ഫോംസ് ഓഫ് ദ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് വോൾട്ടേജസ് ആർ റെസ്പെക്റ്റീവ്ലി. ഇത് സ്ഥിരം ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ് കേട്ടോ. DC ചോപ്പറുകളിലെ ഇൻപുട്ട് വേവ് ഫോമും ഔട്ട്പുട്ട് വേവ് ഫോമും എങ്ങനെയാണ് എന്നുള്ള ചോദ്യം. അപ്പോൾ ഇൻപുട്ട് വേവ് ഫോം കണ്ടിന്യൂസ് ആയിരിക്കും, ഔട്ട്പുട്ട് വേവ് ഫോം വിൽ ബി എ ലിറ്റിൽ ബിറ്റ് ഡിസ്കണ്ടിന്യൂസ്. ക്ലിയർ? അതാണ് അതിൻ്റെ ആൻസർ. അപ്പോൾ ഇൻപുട്ട് വോൾട്ടേജ് കണ്ടിന്യൂസ് ആയിരിക്കും, ഔട്ട്പുട്ട് വോൾട്ടേജ് അല്ലെങ്കിൽ ഇൻപുട്ട് വേവ് ഫോം കണ്ടിന്യൂസ് ആയിരിക്കും, ഔട്ട്പുട്ട് വോൾട്ടേജ് ഡിസ്കണ്ടിന്യൂസ് ആയിരിക്കും. ഉദ്ദേശിക്കുന്ന സാധനം വെച്ചാൽ ഇതാണ് നിങ്ങളുടെ ഇൻപുട്ട് വോൾട്ടേജ് VS, കോൺസ്റ്റൻറ്റ് സപ്ലൈ വോൾട്ടേജ്. ഓക്കെ, ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ആ ഡ്യൂട്ടി സൈക്കിളും കാര്യങ്ങളൊക്കെ വരും അല്ലേ? അപ്പോൾ അത് കണ്ടിന്യൂസ് അല്ല, പക്ഷേ ഡിസ്കണ്ടിന്യൂസ് ആണ് എന്ന് പറയാനാണ്. ഓക്കെ, ഡിസ്കണ്ടിന്യൂസ്. ക്ലിയർ? ഇതെന്താണ്? ടി ഓൺ അല്ലേ? ഓർമ്മയില്ലേ? ഇത് ടി ഓഫ്, ഓർക്കുന്നില്ലേ? ടോട്ടൽ ടൈം പീരീഡ് ടി. ഓക്കെ, അപ്പോൾ ഇൻപുട്ട് വേവ് ഫോം കണ്ടിന്യൂസും ഔട്ട്പുട്ട് എന്താണ്? ഡിസ്കണ്ടിന്യൂസ് ആണെന്നുള്ള പോയിന്റ് ഓർക്കാം. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ,
In a thyristorized DC-DC chopper, the commutation of main SCR can be off. മെയിൻ SCRലെ അല്ലെങ്കിൽ മെയിൻ SCRൻ്റെ കമ്മ്യൂട്ടേഷൻ ഏത് ടൈപ്പാണ് എന്നുള്ളതാണ് ചോദ്യം. നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. ഇറ്റ് കുൻ ബി ഐദർ ഇതാണ് കേട്ടോ, വോൾട്ടേജ്, കറണ്ട് ഓർ ലോഡ്. ഓക്കെ, ഇതാണ് എൻ്റെ ആൻസർ. വോൾട്ടേജ്, കറണ്ട് ഓർ ലോഡ്. വോൾട്ടേജ് കമ്മ്യൂട്ടേഷനോ കറണ്ട് കമ്മ്യൂട്ടേഷനോ ആവാം. ക്ലിയർ അല്ലേ? ജസ്റ്റ് പഠിച്ചു വെച്ചാൽ മതി. അടുത്തത്, ഇൻ എ തൈറിസ്റ്റർ ചോപ്പർ ദ ടൈപ്പ് ഓഫ് കമ്മ്യൂട്ടേഷൻ ദാറ്റ് റിസൾട്ട്സ് ഇൻ ബെസ്റ്റ് പെർഫോമൻസ്. ബെസ്റ്റ് പെർഫോമൻസ് ഉള്ള കമ്മ്യൂട്ടേഷൻ സർക്യൂട്ട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ആൻസറാണ് വോൾട്ടേജ് കമ്മ്യൂട്ടേഷനാണ് ബെസ്റ്റ്. ഓക്കെ, വോൾട്ടേജ് കമ്മ്യൂട്ടേഷനാണ് ബെസ്റ്റ് ടൈപ്പ് ഓഫ് കമ്മ്യൂട്ടേഷൻ. ക്ലിയർ? ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് ഡൗൺ ചോപ്പറിനെ കുറച്ച് ഡീറ്റെയിൽ ചെയ്യാനാണ് അല്ലേ. അപ്പോൾ നമുക്ക് സ്റ്റെപ്പ് ഡൗൺ ചോപ്പറിൻ്റെ ക്വസ്റ്റ്യൻസും അതിൻ്റെ ഡീറ്റെയിലിംഗ് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ ഞാൻ എന്ത് ചെയ്യാം, ചെയ്തുതരാം. ഓക്കെ, അപ്പോൾ ഇന്ന് ഈ ഒരു സെഷനിൽ ഇത്രയും നോക്കാം. ബാക്കി നമ്മൾ നെക്സ്റ്റ് പ്രോബ്ലംസും കാര്യങ്ങളുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത സെഷനിൽ നമുക്ക് എന്ത് ചെയ്യാം, കാണാം. ഓക്കെ, ഇനി മോസ്ഫെറ്റിൻ്റെ IGBT പ്രോബ്ലംസായിട്ട് ഞാൻ വരും. അപ്പോൾ മോസ്ഫെറ്റ് IGBT പ്രോബ്ലം സെറ്റ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി മോസ്ഫെറ്റ് IGBT നമുക്ക് എന്ത് ചെയ്യാം, പഠിച്ച് പോവാം. ഓക്കെ, അപ്പോൾ കൂടുതൽ ഈസി ആയിട്ട് നടത്താൻ വേണ്ടി സാധിക്കും. ക്ലിയർ അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നോക്കുക, നല്ല രീതിയിൽ എന്ത് ചെയ്യുക, പഠിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.